ഇത്രയുള്ള ഒരു അടതാപ്പ്. ഇതിൻ്റെ വില എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ 600 ഗ്രാം 600 രൂപ കിലോ വരും. 360 രൂപ 360 റുപ്യ ഒരു ഈ ഒരു കായ്ക്ക്. ഇതൊന്ന് നോക്കി നോക്കി. ഈ എയർ പൊട്ടറ്റോയുടെ വില എന്ന് പറയുന്നത് ഏകദേശം വലിയ 600 ഗ്രാം ഉള്ളതിന് 360 രൂപയാണ് വരിക. കിലോ 600 രൂപയാണ്. അതിന്റെ ശരിയായിട്ടുള്ളത് ചെറിയതുണ്ട്, പക്ഷെ ചെറിയതുണ്ട്. അത് ഇതേമാതിരിയുള്ള ചെറുതാണ്. അത് ഇപ്പൊ കിട്ടാനില്ല. ഇത് വലുതാണ് ഇപ്പൊ ഉള്ളത്. അതിന് ആളുകൾക്ക് കൊടുക്കണം. അത് വന്നത് പിന്നെ അതിന്റെ കടയ്ക്ക് അത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നത്തെ കൊല്ലത്തേക്ക് ഇതേമാതിരി കിഴങ്ങുമാതിരി വലുതായിട്ടുണ്ടാവും. ആ കിഴങ്ങ് വീണ്ടും മുറിച്ച് ഇതേമാതിരി നടാൻ പറ്റും. ഈ എയർ പൊട്ടറ്റോ അല്ലെങ്കിൽ അടതാപ്പിന്റെ നമുക്ക് ഇതിങ്ങനെ മുറിച്ച് കാച്ചിലൊക്കെ നടന്ന പോലെ ചെറിയ കടയ്ക്ക് ഇതിനെ പറ്റില്ല. ഈ മുകളിലുണ്ടാവുന്നതിനെ മുറിക്കാൻ പറ്റില്ല. ആ കടക്കിലുണ്ടാവുന്നതിനെ മുറിക്കാൻ പറ്റും. കാച്ചിൽ മാതിരി മുറിക്കുക, തല മുറിച്ചെടുത്തിട്ട് എടുക്കുക, അടിവശം നമുക്ക് എടുക്കാം. മണ്ണിലിൻ്റെ അടിയിലുണ്ടാവണം. ഇത് കൊണ്ടുപോയി മണ്ണിൽ നട്ടാൽ ഇത് വന്ന് നടക്കുന്നത് തണ്ട് മുകളിലോട്ട് വരും. മുകളിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തണ്ട് ഇതിന്റെ അനുസരിച്ച് ഈ കിഴങ്ങിന്റെ അനുസരിച്ച് വണ്ണം കൂടിയും കുറഞ്ഞിരിക്കും. വലിപ്പമുള്ള 6 മാസം കൊണ്ട് ഇത് പടർന്ന് പന്തലിച്ച് കിഴങ്ങുണ്ടാവും. കിഴങ്ങുണ്ടായി കഴിഞ്ഞാൽ ഡിസംബറോട് കൂടിയിട്ട് കിഴങ്ങെല്ലാം മുകളിൽ നിന്ന് വിട്ടു വീഴുകയും ചെടി ഉണങ്ങുകയും കാച്ചിൽ പോലെ ഉണങ്ങുകയും ചെയ്യും. 6 മാസം കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ഉണർന്നിരിക്കുകയും 6 മാസം ഉറങ്ങുകയും ചെയ്യും. ഇത് കുംഭകർണന്റെ വർഗത്തിൽപ്പെട്ടതാണ്. കുംഭകർണന് വരം കൊടുത്തപ്പോൾ 6 മാസം സംസ്കൃതത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തെറ്റ് പറ്റിയിട്ട് 6 മാസം ഉറക്കമായി വരം കിട്ടിയപ്പോൾ 6 മാസം ഉറക്കമായി 6 മാസം ഉണർന്നിരിക്കില്ല. അതേമാതിരിയാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ. എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും ചേനയായാലും ചേമ്പായാലും കാച്ചിലായാലും 6 മാസം മണ്ണിൻ്റെ ഇടയിൽ 6 മാസം വീട്ടിലിരിക്കും. അത് മുളച്ചിട്ട് നടാൻ പാടുള്ളൂ. മുളയ്ക്കാതെ കണ്ട് നട്ടു കഴിഞ്ഞാൽ ഇതവിടെ കൊണ്ടുവന്ന് ചൂടും വെയിലും നിങ്ങൾ വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നശിക്കും. അപ്പൊ ഇപ്പൊ വീട്ടിൽ ഇരുന്ന് ഉറങ്ങണ സമയമാണ്. ഇനി ഉണരുന്നതിന് കാരണമുണ്ട്. ഏപ്രിൽ മാസത്തില് വിഷുവിന് കുട്ടികളൊക്കെ പടക്കം പൊട്ടിക്കും. പടക്കം പൊട്ടിക്കുന്ന നേരത്തെ ഒച്ച കേൾക്കുമ്പോൾ ഇതങ്ങ് ഉണരും പറയണേ. അപ്പൊ അത് അങ്ങനെയാണ് അടതാപ്പ് വരുന്നത്. അപ്പോ ഒരു 80 വർഷം മുമ്പ് കേരളത്തിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നില്ല. സായിപ്പുമാര് വന്നതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പൊ അതിനു മുമ്പ് ആളുകൾ ഉരുളക്കിഴങ്ങിന് പകരം ഉപയോഗിച്ചിരുന്ന അടതാപ്പ് എന്നുള്ള പേര് വരാൻ കാരണം ഇതിന്റെ വള്ളി ഇടതോട്ട് മാത്രമേ ചുറ്റുള്ളൂ. മറ്റുള്ള വള്ളികളെല്ലാം ഇടതോട്ടും വലതോട്ടും ചുറ്റുള്ളൂ. അപ്പൊ ഇത് രാത്രി നമ്മൾ ഇടതോട്ട് ചുറ്റിയിരിക്കുന്നത് നമ്മൾ വലതോട്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കാലത്തേക്ക് അവൻ രാത്രി അവന്റെ സൈഡിലേക്ക് തിരിക്കും. ഇടതോട്ട് കയറുള്ളൂ. അപ്പൊ ഇത് ഇടതാപ്പ് എന്ന് പറഞ്ഞത് അടതാപ്പായിട്ട് മാറിയതെന്നുള്ളതാണ്. അപ്പൊ ഇത് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം. ഉരുളക്കിഴങ്ങ് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ പുറത്തുള്ള തൊലി ചെത്തിയാൽ പച്ച നിറമാണ്. ഉരുളക്കിഴങ്ങ് തൊലി എത്തിക്കഴിഞ്ഞാൽ വെള്ള നിറമാണ്. എയർ പൊട്ടറ്റോ എന്ന് പറയും. പിന്നെ ഇറച്ചിക്കാച്ചില് ആകാശത്ത് ഉണ്ടാവുന്ന പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് മുകളിൽ ഉണ്ടാവുന്നു, അതിന് എയർ പൊട്ടറ്റോ. അത് തന്നെ ഇറച്ചിക്കാച്ചിൽ എന്ന് പറയും. ഇറച്ചിയില് ഇതിനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചിയുടെ ടേസ്റ്റ് കിട്ടും. അതാണ് ഇത് പണ്ട് കാലത്ത് ഇത് ഉപയോഗിച്ചിരുന്നത് അടതാപ്പ്. അപ്പൊ ഇതൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സാധനം കിട്ടാനില്ല. കിട്ടുന്നവരുള്ളവര് ഞാൻ കുറെ വർഷമായി ആളുകൾക്ക് കൊടുക്കല്. ഇതിനിപ്പോ ഒരുപാട് ബുക്കിംഗ് ഉണ്ട്. കൊടുക്കാൻ ഇന്ത്യയിൽ ഇല്ല. ഉണ്ടായിരുന്നതൊക്കെ കൊടുത്ത് തീർന്നു. ഇനി അടുത്ത കൊല്ലത്തേക്ക് നടാനും കട കിട്ടുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളർത്തുന്നതിന് ഇതാണ് ഇത്രയും കൂടി നമുക്ക്. അതല്ല, ഇതാണ് വളർത്തണം നല്ലത്. ഇതൊക്കെ ഇതാണ് മുളയ്ക്കുക എളുപ്പം. അത് ഒരു കടക്കില് ഇത് നട്ടാല് അടുത്ത വർഷം ഈ നട്ട സാധ്യതയില് വലിയ കിഴങ്ങുണ്ടാവും. ആ കിഴങ്ങിന്റെ പകുതി കൂടുതൽ നമുക്ക് ഉപയോഗിക്കുകയും തലയെടുത്ത് ഇത് നടുകയും ചെയ്യാം. അപ്പൊ ഇത് നട്ടു കഴിഞ്ഞാൽ ഇതുമൊന്ന് വള്ളി പോയാല് വള്ളിയിൽ കുറെ ഉണ്ടാവും. അപ്പൊ വലിയ വിത്ത് നമ്മൾ വാങ്ങിച്ച് നടുന്ന വിഷമിക്കേണ്ട കാര്യമില്ല. ഉണ്ടാവും. തണ്ടിന് നല്ല വണ്ണം ഉണ്ടാവും. ചെറുതുണ്ടായാലും കുഴപ്പമില്ല. ചെറുതിനുണ്ടായി കഴിഞ്ഞാല് അതൊക്കെ മുളയ്ക്കും. ഇല്ലാതെ വരുമ്പോ സാധനം കിട്ടാതെ വരുന്ന സമയത്തൊക്കെ ചെറുതായാലും കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിച്ചാലും അതുണ്ടാവും.